നമസ്കാരം. IPL ചെന്നൈ സൂപ്പർ കിങ്സുമായുള്ള കഴിഞ്ഞ പോരാട്ടത്തിൽ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണിനോട് കൊമ്പ് കോർത്ത താരം. ശരിക്കും പറഞ്ഞാൽ കൊമ്പ് കോർക്കുമ്പോൾ എന്തൊക്കെ കരുതിയിട്ടാണ് അതിൽ അത്രയും പ്രശ്നത്തിലേക്ക് മാറിയതെന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. ഹൈദരാബാദ് താരമായിട്ടുള്ള ഹെൻറിച്ച് ക്ലാസനാണ് ആരാധക രോക്ഷം ഇപ്പോൾ ഏൽക്കുന്നത്. നമുക്കറിയാം, സഞ്ജുവിനല്ല ഹെയ്റ്റ് ഉള്ളത്, സഞ്ജുവിന്റെ ആരാധകർക്കാണ് ഹെയ്റ്റ് ഉള്ളത്. കോഹ്ലി ആരാധകരെ പോലെയും ചെന്നൈ ആരാധകരെ പോലെയും ധോണി ആരാധകരെ പോലെയും തന്നെ ഒരുപാട് ആളുകളെ അല്ലെങ്കിൽ മറ്റേ താരങ്ങളെ തന്നെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ള ആരാധകരാണ് ആ താരങ്ങളുടെ പ്രധാനപ്പെട്ട ഹേറ്റേഴ്സ്. അങ്ങനെയാണ് ആ താരങ്ങളെ ഓരോരുത്തരും ഹേറ്റ് ചെയ്ത് തുടങ്ങുന്നത്. ഇതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അത്തരത്തിൽ ഒരുപാട് ആരാധകരുള്ളവയും അവർ പ്രതിഷേധം പ്രകടിപ്പിക്കുകയും രോക്ഷം പ്രകടിപ്പിക്കുകയും അപ്പുറത്ത് നിൽക്കുന്നത് ആരാണോ അവരെ താറുമാറ് പ്രതിഷേധത്തിലൂടെയും ട്രോളിലൂടെയും അറിയിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് സഞ്ജുവിന്റെ ആരാധകർ. ഇപ്പോഴത്തെ സഞ്ജുവിന്റെ ആരാധകർ ക്ലാസിനെതിരെയും തിരിഞ്ഞിരിക്കുകയാണ്. ഓരോ മലയാളം ഡയലോഗ്സ് കൊണ്ടാണ് ഇപ്പോൾ ക്ലാസിനെതിരെ ഓരോ ട്രോളുകൾ അവർ ഇറക്കുന്നത് എന്ന് പറയാം. സൗത്ത് ആഫ്രിക്കൻ വിക്കറ്റ് കീപ്പറുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ സഞ്ജുവിന്റെ ആരാധകർ അക്ഷരാർത്ഥത്തിൽ പൊങ്കാലയിട്ടിരിക്കുന്നു എന്ന് ഇപ്പോഴത്തെ വാചകം അനുസരിച്ച് പറയാൻ സാധിക്കും. മലയാളത്തിലുള്ള കമന്റുകളും ഇക്കൂട്ടത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഷെപ്പോക്കിൽ നടന്ന ആവേശകരമായ മാച്ചിൽ കിടിലനൊരു സ്റ്റംപിങ്ങിലൂടെ ക്ലാസനെ സഞ്ജു പുറത്താക്കിയത് നമ്മളെല്ലാവരും കണ്ടു. അതൊരു വിസ്മയമായിട്ടുള്ള ഒരു സ്റ്റംപിംഗ് തന്നെയായിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു ഇരുവരും ഇടയിലുള്ള ഒരു വാക്പോര് നടന്നത്. ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഇതെല്ലാം നമ്മൾ കൃത്യമായി കണ്ടതാണ്, അനലൈസും ചെയ്തതാണ്. IPL 4-ാം നമ്പറിൽ ബാറ്റ് ചെയ്ത് 500+ റൺസ് അടിച്ചെടുത്ത ആദ്യത്തെ സൺറൈസേഴ്സ് ഹൈദരാബാദ് താരമായി ഹെൻറിച്ച് ക്ലാസൻ ദിവസങ്ങൾക്ക് മുൻപ് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റഗ്രാമിൽ അദ്ദേഹം പോസ്റ്റും ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് താഴെയാണ് ഇപ്പോൾ സഞ്ജു സാംസന്റെ ആരാധകർ കമന്റുകളുമായി രംഗത്തെത്തുന്നത്. ഇവിടെയാണ് പ്രശ്നങ്ങളെല്ലാം വീണ്ടും തുടങ്ങുന്നതെന്ന് പറയാം. സഞ്ജുവിന്റെ ഇമോജികളും ചിത്രങ്ങളുമാണ് ഇക്കൂട്ടത്തിൽ കൂടുതലും ഉള്ളത് എന്നതുകൂടി പറയണം. ചില ഫാൻസ് ആവട്ടെ സഞ്ജുവിനെ പുകഴ്ത്തിയും ക്ലാസനെ വിമർശിച്ചും തെറിവിളിച്ചു പോലും കമന്റ് ഇടുന്നവരുമുണ്ട്. ഇതൊക്കെ തെറ്റായ രീതിയാണെന്ന് മാത്രമേ പറയാൻ പറ്റൂ. നീ കുറച്ചുകൂടി മൂക്കണം, നമ്മുടെ ചെക്കൻ്റെ അടുത്ത് കോർക്കാൻ നിന്റെ ഷോ ഓഫ് ഒന്നും ഇപ്പോൾ വേണ്ട, ഇതൊക്കെ കയ്യിൽ വെച്ചേക്ക്, മല്ലൂസ് എല്ലാം കയറി മോന്റെ അക്കൗണ്ട് പൊങ്കാലയിടും, ഓർമ്മയിലിരിക്കട്ടെ, മലയാളി പൊളിയാടാ. സഞ്ജു സാംസൺ നിന്റെ അച്ഛനാണ്. സഞ്ജു സാംസണോട് ഇനി അങ്ങനെ ചെയ്യാൻ നീ ധൈര്യപ്പെടരുത്. ഇത് സഞ്ജുവാണ് ബ്രോ. 13-14 വർഷം IPL കളിച്ചതിന് ശേഷം അവൻ ഇത്രയും അധികം ആക്രമോസക്ത കാണിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. നിങ്ങളാണ് അവനെ ആദ്യമായി പ്രകോപിപ്പിച്ചത്. അപ്പോൾ മോറൽ സ്റ്റോറി ഇതാണ്: നമ്മൾ കേറി ചൊറിഞ്ഞാൽ നമ്മൾ കേറി മാന്തും. ഇതാണ് കേട്ടോടാ ക്ലാസ. ഇങ്ങനെ തുടങ്ങുകയാണ് ഓരോ കമന്റുകൾ. 2024 T20 ലോകകപ്പ് ഫൈനൽ മറക്കരുത്. ഒരു KKR ആരാധകൻ എന്ന നിലയിൽ സഞ്ജു സാംസണിൽ നിന്നും അത് ശരിക്കും ക്ലാസ് തന്നെയായിരുന്നുവെന്നും ക്ലാസിൽ നിന്ന് അത് അനാവശ്യവുമായിരുന്നുവെന്ന് സഞ്ജു സാംസൺ ഒക്കെ കുറിച്ച് പുകഴ്ത്തിക്കൊണ്ടുള്ള കമന്റുകളാണ് കൂടുതലും ഉള്ളത്.